ഇപ്പോൾ അഡ്വക്കേറ്റ് നവനീത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം ഈ ഒരു കേസിൽ സാക്ഷിയായി ഒപ്പിട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീ നവനീത്, അപ്പോൾ ഇതിലൊരു സംശയം വരുന്നത്, അല്ലെങ്കിൽ ഇതിലൊരു ആരോപണം ഉന്നയിക്കുന്നത്, ഇപ്പോൾ DYFI അടക്കം സംശയിക്കുന്നത് ഈ MDMA കേസിൽ പിടിയിലായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയുമായിട്ട് പോലും അടുപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. അതിലാർക്കും തർക്കമില്ല. ഇപ്പോൾ അവരെ പുറത്താക്കിയത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം ഈ ഒരു കേസിൽ ഈ സാക്ഷികളായി വരുന്നതും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ്, നവനീത് അടക്കമുള്ള ആളുകളാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? നമസ്കാരം. ഈ കേസിനകത്ത് ഇതിൽ ഉൾപ്പെട്ട പ്രതികളെ കുറിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ DYFIയുടെ നേതാവ് സൂചിപ്പിച്ച ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആഗസ്റ്റ് 9 എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായിരുന്നു. അന്ന് രാവിലെ ചന്തേരയിൽ, അതായത് കാലിക്കടയിൽ വെച്ച് പതാക ഉയർത്തിയതിനു ശേഷം അവിടെ നിൽക്കുന്ന സമയത്താണ് ചന്തേര പോലീസിൽ നിന്നും ഇങ്ങനെ ഒരു വിവരം കിട്ടി. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? കേൾക്കാം. ചന്തര പോലീസിൽ നിന്നും ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത് MDMA ആയിട്ട് 3 യുവാക്കളെ പിടിച്ചു വെച്ചിട്ടുണ്ട്, സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന വിവരം കിട്ടിയതനുസരിച്ചാണ് ഞാൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും അവിടേക്ക് ചെല്ലുന്നത്. അപ്പൊ 3 യുവാക്കളെ അവിടെ വാഹനവുമായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിന് വേണ്ടുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് പോലീസിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നലകളിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെമ്പാടും നടത്തിയിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആളുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. ഉറപ്പായും ശ്രീ നവനീത്, അതായത് തൊട്ടപ്പുറത്ത് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, വിവരം കിട്ടി, നിങ്ങൾ അങ്ങോട്ട് പോയി, അങ്ങനെ സാക്ഷികളായി ഒപ്പിട്ടു, ഇതല്ലേ വിശദീകരണം? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങൾ ആരാണ് ഈ ഒരു വിവരം വിളിച്ചറിയിച്ചത്? അതായത് ഇത്തരത്തിൽ ചന്തേര പോലീസിലെ കേവലം 100 മീറ്റർ അപ്പുറത്ത് വെച്ചായിരുന്നു സംഭവം. ചന്തേര പോലീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നേരിട്ട് വിളിച്ച് സംഭവം പറയുന്നത്. തൊട്ടടുത്ത സമയം തന്നെ അപ്പുറത്തേക്ക് ഞങ്ങള് 3-4 പേര് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അതായത് പോലീസ് അതായത് പിടിച്ച ഈ ഒരു 3 പേരെ പിടികൂടിയ പോലീസ് എന്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് ഈ പിടിക്കപ്പെട്ട ആളുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്ന ആ പ്രതികളുമായിട്ടോ അവിടുത്തെ പിലിക്കോട്ടെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് യാതൊരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും പോലീസ് വിളിച്ചത് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ, യുവജന സംഘടനയുടെ പ്രവർത്തകർ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ദൗത്യത്തിനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. ശരി, എന്നിട്ട് പിന്നീട് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു ഈ ഒരു കേസിൽ സാക്ഷികളായി നിങ്ങൾ ഒപ്പിടണം എന്നുള്ളത്. തീർച്ചയായിട്ടും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ ഒരു വാഹനവും 3 പ്രതികളെയും പിടിച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഈ പ്രതികളെ പരിശോധിച്ചതും MDMA കണ്ടെടുത്തതും. തീർച്ചയായിട്ടും ഉത്തരവാദിത്തോട് കൂടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും മണ്ഡല വൈസ് പ്രസിഡന്റും മൊഴി നൽകുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ പ്രതികളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും യൂത്ത് കോൺഗ്രസിന് തടസ്സമല്ല. ഇന്നലകളിൽ കേരളത്തിൽ നടന്ന MDMA അല്ലെങ്കിൽ ലഹരി കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് DYFI എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരാണെങ്കിൽ എന്തിനേറെ പറയുന്നു, കായംകുളത്തിന്റെ മുൻ MLA പ്രതിഭ ഹരിയുടെ മകനെ MDMA കഞ്ചാവ് കേസിൽ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ പാർട്ടി എടുത്തിരിക്കുന്ന, അന്നത്തെ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഒന്ന് പരിശോധിച്ചാൽ വേണ്ടി മനസ്സിലാവും. ഇന്ന് പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായിട്ട് വാർത്താ സമ്മേളനത്തിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു സംഭവിച്ചതെന്ന് എനിക്കവരെ മുൻപരിചയമുണ്ടായിരുന്നു, പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു കാരണവശാലും അവരെ പ്രൊട്ടക്ട് ചെയ്യില്ല. അവർ ഇന്ന് ജയിലിലാണ്. നാളെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ സാക്ഷി പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മുന്നിൽ തന്നെ ഉണ്ടാവും. അതിലെന്തെങ്കിലും സംശയം DYFIയുടെ നേതാവിനുണ്ടെങ്കിൽ അത് തൽക്കാലം അവിടെ ആ സംശയം കൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി സൈബർ ഇടത്ത് നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിൽ. ശരി നവനീത്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, സാക്ഷിയായി ഒപ്പിട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന അസ്വാഭാവികത ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ തുടരുകയാണ്. അരുൺ, അപ്പോൾ 2 വിശദീകരണങ്ങളും കേട്ട് കഴിഞ്ഞു. ഇതിലിപ്പോൾ ഈ ഒരു കേസ് അട്ടിമറിക്കാനും ഈ പ്രതികളെ സംരക്ഷിക്കാനുമുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ സാക്ഷികളായി വന്നു എന്നുള്ളതാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ഈ സാക്ഷിയായി ഒപ്പിട്ട വ്യക്തി പറയുന്നത് തൊട്ടപ്പുറത്ത് സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി 100 മീറ്റർ അപ്പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പരിശോധിക്കേണ്ടതാണ്, നമുക്കത് വ്യക്തതയില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഇവരെ വിളിച്ചറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതെന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇനി മനസ്സിലാക്കേണ്ടത്? ഇതിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കേസിന്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിൽ ഈ സാക്ഷികളുടെയൊക്കെ ഇടപെടൽ, അവർ കൊടുക്കുന്ന മൊഴികളൊക്കെ ഏറെ നിർണായകമായിരിക്കും. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്ന വ്യക്തികളാണ് പ്രതികൾ, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് സാക്ഷികൾ. അതുകൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് ആവർത്തിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. അരുൺ.
ഷിഹാസ്, ഇതിൽ പോലീസിന്റെ വിശദീകരണം കൂടിയുണ്ട്. ഇത്തരം ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ കാലിക്കടവ് ടൗണിന് തൊട്ടടുത്താണ് ഈ ലഹരി മരുന്ന് പിടികൂടിയ സ്ഥലമുള്ളത്. അതായത് ടൗണിനോട് ചേർന്നൊരു ഭാഗത്താണ്, ദേശീയപാതയുടെ ഓരത്താണ്. അവിടെ നിന്ന് ഈ വാഹനം തടഞ്ഞു വെക്കുന്നു. ഇവരുടെ കയ്യിൽ ലഹരി മരുന്നുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു. അതിനുശേഷം പിന്നീട് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനായി തൊട്ടടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ നാട്ടിലെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഈ മെഹസർ ഉൾപ്പെടെ തയ്യാറാക്കുന്നതിന് അതിന്റെ നടപടിക്രമത്തിൽ ഇവർ അവിടെ ഉള്ള ആൾക്കാർ വേണം. അതുകൊണ്ടാണ് ഇവരെ വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസ് വിശദീകരണം നൽകുന്നത്. അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ മറ്റു ലക്ഷ്യങ്ങളോടെ അവരെ വിളിച്ചു വരുത്തിയതല്ല എന്നതാണ് പോലീസ് അതിൽ വിശദീകരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രകടിപ്പിക്കുന്ന സംശയം നമ്മൾ ഇപ്പോൾ കേട്ടു. അതായത് ഈ കേസിന്റെ ഭാവിയിൽ ഒരുപക്ഷെ ഈ സാക്ഷികളെ ഒപ്പുവെച്ചവർ മൊഴി മാറ്റിക്കഴിഞ്ഞാൽ ഈ കേസിനെ തന്നെ ബാധിക്കും. ആ നിലയിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ളവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് അവർക്കൊപ്പം ഉള്ള അത്തരം ബന്ധങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ദുരൂഹതയാണ് ഡിവൈഎഫ്ഐ എന്തായാലും മുന്നോട്ട് വെക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ സാക്ഷികളായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പുവെച്ചത് വലിയ ചർച്ചയായിട്ടുമുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം നമ്മൾ കേട്ടു. തൊട്ടപ്പുറമുള്ള പരിപാടി നടക്കുന്ന സമയത്ത് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങോട്ട് പോവുകയും തുടർ നടപടി സഹായിക്കുകയും ചെയ്തത് എന്നതാണ് യൂത്ത് കോൺഗ്രസ് അതിൽ വിശദീകരണമായി പറയുന്നത്. ശരി അരുൺ പൂപ്പറമ്പ, അപ്പോൾ ഈ MDMA കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് സാക്ഷികളായി ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും പോലീസിന്റെയും ആ വിശദീകരണം എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു.